കേരളത്തിലെ 2.71 കോടി വോട്ടർമാർ തങ്ങളുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ ഏപ്രിൽ 9 പോളിംഗ് ബൂത്തുകളിലെത്തും. 140 നിയമസഭാ മണ്ഡലങ്ങളിലെ തങ്ങളുടെ പ്രതിനിധികളെ വോട്ടർമാർ തിരഞ്ഞെടുക്കും. 23 ദിവസം നീണ്ടുനിന്ന പരസ്യപ്രചാരണവും നിശബ്ദ പ്രചാരണവും പൂർത്തിയായി. പരസ്യപ്രചാരണത്തിൻ്റെ അവസാന ദിവസമായിരുന്ന ചൊവ്വാഴ്ച കൊട്ടിക്കലാശത്തിൻ്റെ ആവേശം നാടെങ്ങും നിറഞ്ഞു നിന്നു. 3ാം തവണയും ഭരണത്തുടർച്ച ലക്ഷ്യമിട്ടാണ് ഇടതുമുന്നണി മത്സരത്തിനിറങ്ങുന്നത്. ഒരു പതിറ്റാണ്ട് നഷ്ടമായ ഭരണം തിരിച്ചുപിടിക്കാൻ കളത്തിലിറങ്ങുന്ന കോൺഗ്രസിനും UDFനും ഇക്കുറി ജീവൻ മരണ പോരാട്ടമാണ്. ചുരുക്കം ചില മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷയുമായി BJPയുടെ നേതൃത്വത്തിലുള്ള NDAയും മത്സരരംഗത്തുണ്ട്. തിരഞ്ഞെടുപ്പിനായി എല്ലാം സജ്ജമെന്ന് നേരത്തെ തന്നെ മുന്നണികൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഏപ്രിൽ 9 തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രഖ്യാപനം എത്തിയതോടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പോസ്റ്ററുകളും മറ്റും അച്ചടിക്കേണ്ട അവസ്ഥയിലായിരുന്നു പലരും. സ്ഥാനാർത്ഥിയാവുമെന്ന ഉറപ്പിൽ പോസ്റ്ററുകൾ അടിച്ചു വെച്ച ചിലർക്ക് ഒടുവിൽ സീറ്റ് കിട്ടാതായപ്പോൾ ആരും കാണാതെ പോസ്റ്ററുകൾ നശിപ്പിക്കേണ്ട ഗതികേടുമുണ്ടായി. 23 ദിവസം മാത്രമാണ് ഇക്കുറി മുന്നണികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും പരസ്യ പ്രചാരണത്തിനായി ലഭിച്ചത്. കിട്ടിയ സമയം പരമാവധി ഉപയോഗിക്കുന്ന വിധത്തിലായിരുന്നു പ്രചാരണ പ്രവർത്തനങ്ങളുടെ ആസൂത്രണം. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി PR സൈബർ ക്യാമ്പയിനുകളെ കൂടുതലായി ഉപയോഗപ്പെടുത്തിയ പ്രചാരണങ്ങളാണ് ഇത്തവണ കാണാനായത്. ആരോപണങ്ങളും മറുപടികളും പ്രത്യാരോപണങ്ങളുമായി സൈബർ ഇടം പ്രധാന പോർതിലമായി മാറുന്നതും ഇത്തവണത്തെ പ്രചാരണത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെ പ്രമുഖരെല്ലാം കോൺഗ്രസിനായി പ്രചാരണത്തിനിറങ്ങിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു ഇടതുമുന്നണിയുടെ പ്രചാരണത്തെ മുന്നിൽ നിന്ന് നയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ ഉൾപ്പെടെ കേന്ദ്ര നേതാക്കൾ NDAയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങി. CPM BJP രഹസ്യധാരണ, ശബരിമല സ്വർണ്ണക്കൊള്ള, ഭരണപരാജയം എന്നിവയാണ് UDF പ്രധാനമായും തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയത്. വയനാട് ദുരന്തബാധിതർക്കുള്ള ഫണ്ടിൽ കോൺഗ്രസ് അഴിമതി നടത്തിയെന്നും BJPയുമായി കോൺഗ്രസ് നേതാക്കൾക്ക് ഡീലുണ്ടെന്നും LDF തിരിച്ചും ആരോപിച്ചു. എയിംസ് വിഷയത്തിൽ BJP ജനങ്ങളെ കബളിപ്പിച്ചെന്നും ഇരു മുന്നണികളും കുറ്റപ്പെടുത്തി. വിദേശ ധനസഹായ നിയന്ത്രണ നിയമ ഭേദഗതിയും വിമർശനത്തിനിടയാക്കി. ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിന് അനുകൂലമാകാതിരിക്കാനുള്ള തന്ത്രങ്ങളാണ് BJP സ്വീകരിച്ചത്. സർക്കാരിൻ്റെ പരാജയങ്ങൾ എണ്ണിപ്പറഞ്ഞ BJP ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ഉന്നത കോൺഗ്രസ് നേതാക്കളാണെന്നും ആരോപിച്ചു. വോട്ടിംഗ് യന്ത്രം അടക്കമുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം ബുധനാഴ്ച പൂർത്തിയായിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. കള്ളവോട്ട്, ആൾമാറാട്ടം ഉൾപ്പെടെയുള്ളവ തടയുന്നതിനായി ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനമുണ്ടാകും. വോട്ടിംഗ് സമയത്ത് വോട്ടർമാർക്ക് മൊബൈൽ ഫോൺ സുരക്ഷിതമായി വയ്ക്കാൻ മൊബൈൽ ഡെപ്പോസിറ്റ് സൗകര്യവും ബൂത്തുകളിൽ ഒരുക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്.